Find the volume of a sphere whose surface area is 154 centimeter square. അപ്പോൾ നമുക്ക് ഇവിടെ സ്ഫിയറിന്റെ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ റേഡിയസ് തന്നിട്ടില്ല. റേഡിയസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ സർഫസ് ഏരിയയിൽ നിന്ന് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. നമുക്ക് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വോളിയമോ സർഫസ് ഏരിയയോ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ട് അതേ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റ് എഴുതണം. അപ്പോൾ നമുക്കിവിടെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. 4πr² ആണ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4πr² ഈസ് ഈക്വൽ ടു 154 എന്ന് എഴുതാം. ഇനി നമ്മൾ ഇവിടെ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പൈ ഈസ് 22/7 ഇൻറ്റു r² ഈസ് ഈക്വൽ ടു 154. r എത്രയാണെന്ന് നമുക്കറിയില്ല. r ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ r² ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എല്ലാം നമ്മൾ ഈക്വൽസിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ r² ഈസ് ഈക്വൽ ടു 154 അതേപോലെ എഴുതുന്നു. 7 ഇവിടെ ഡിനോമിനേറ്ററിലാണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ന്യൂമറേറ്ററിലാവും. 4 × 22 ഇവിടെ ന്യൂമറേറ്ററിലാണ്, അത് ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും. ഇവിടെ നമുക്ക് 154ഉം 22ഉം കൂടെ 11 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 11 × 2 22, ഇവിടെ 14 എന്നാവും. 14 × 11 ഈസ് 154. ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? ഇനി വീണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഈ 2ഉം 14ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇത് 7 ആവും, ഇവിടെ 1 ആവും. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റിയതൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്ത് വന്നു? 49/4 എന്ന് കിട്ടി. r² 49/4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ r എന്തായിരിക്കും? r ഈസ് √49/4 ഈസ് ഈക്വൽ ടു 49ന്റെ റൂട്ട് 7 ആണ്, 4ന്റെ റൂട്ട് 2 ആണ്. അപ്പൊ 7/2 എന്ന് കിട്ടി. r ഈസ് ഈക്വൽ ടു 7/2 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് ഇതേപോലെ സർഫസ് ഏരിയയോ വോളിയമോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റേഡിയസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഈസ് 4/3 πr³. വോളിയത്തിന് r³ ആയിരിക്കും, സർഫസ് ഏരിയയ്ക്ക് നമുക്ക് πr² ആണ് കേട്ടോ. ഇനി നമ്മുടെ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/3 ഇൻറ്റു പൈ ഈസ് 22/7 ഇൻറ്റു r³. r ഈസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 7/2. അപ്പോൾ ക്യൂബ് ആണ്, അതുകൊണ്ട് 7/2നെ നമ്മൾ 3 ടൈംസ് എഴുതുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കട്ട് ചെയ്യുക. 7ഉം ഈ ഒരു 7ഉം കൂടെ കട്ട് ചെയ്യാം. ഈ 2 2 ആർ 4ഉം ഇതും കൂടെ കട്ട് ചെയ്യാം. ഈ 2ഉം 22 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 11 ആവും. ഇനി ഇതിനെ ബാക്കിയുള്ളതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 7 7s are 49. 49 into 11. 9 4 9 4 9 13 4 plus 1 5 539/3. 539 divided by 3. 1 time 3 23. 7 3s are 21. 29. 9 3s are 27. 2 ഇനി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. 6 3s are 18. 2 വീണ്ടും 20 ആയി. 6 3s are 18. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 179.666 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് 179.6 ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു, നിങ്ങൾ എഴുതുന്ന 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് 5നേക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ
നമുക്ക് ഇപ്പുറത്തുള്ള ഡിജിറ്റിന്റെ കൂടെ 1 ആഡ് ചെയ്ത് ഇവിടെ 7 എന്ന് എഴുതാം. അപ്പൊ 179.67 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ സ്പിയറിന്റെ വോളിയം.